ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. നഷ്ടമേറി വന്ന ശുദ്ധന്മാർക്കും വെളിച്ചത്തിൽ ഉള്ള ആകാശത്തിൽ പങ്കുന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ. പങ്കുന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ. പ്രാർത്ഥിച്ച നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. പ്രാർത്ഥിക്കും. സ്നേഹമുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായി നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. കർത്താവിന് വേണ്ടി പ്രത്യാശയോടുകൂടെ കഴിഞ്ഞ കാലങ്ങളിലെ ദീർഘമായ നാളുകൾ ദൈവവേലയിൽ കർത്താവെ പങ്കായി തൻ്റെ കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും സഭയിലും ദേശത്തൊക്കെ സാക്ഷ്യത്തോട് ജീവിച്ച ഞങ്ങളുടെ പ്രിയ സഹോദരൻ കർത്താവിൻ്റെ സമൂഹത്തിലേക്ക് കടന്നു പോകാനിടയായി തൻ്റെ ഭൗതികമായ ശരീരം സംസ്കരിക്കപ്പെടുന്ന ഈ വിലയേറിയതായിരിക്കുന്ന സമയം കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തങ്ങളും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയും തൻ്റെ വ്യാപാര ശക്തി ഞങ്ങളുടെ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കുന്ന ദിവസം ഉള്ളതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആരെങ്കിലും ദുഃഖിതരായിരിക്കുന്ന കർത്താവെ, നിന്റെ ദാസിയും കുഞ്ഞുങ്ങളെയും കർത്താവെ, പ്രിയാഭാസയും കുടുംബത്തെയും ദുഃഖിതരായിട്ടുള്ള എല്ലാ പ്രിയമുള്ളവരെയും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണം. എല്ലാവരും പ്രത്യാശയോടുകൂടി ആയിരിക്കാനും
ജീവിപ്പാനും അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും നിന്റെ മകന്റെ വേർപാടിനുള്ള ബന്ധത്തിൽ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, സകല മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ നല്ല പിതാവേ, ആമേൻ. ബ്രദർ മനോജ് ജോൺ 49 വയസ്സ്. കഴിഞ്ഞ ശനിയാഴ്ച പ്രഭാതത്തിൽ 2:40 സമയത്ത് പ്രത്യാവശ്യ വെച്ച കഥാവശ്യം ചേർക്കപ്പെടുവാനിടയായി തീർന്നു. അത് വിഷമൽ പ്രാർത്ഥനയോടും വചന ധ്യാനത്തോടും ഒക്കെ ദൈവമക്കളും കുടുംബങ്ങളുമായിരിക്കുന്നു. ഇത്രത്തോളം ശുശ്രൂഷകളൊക്കെ ദൈവഭംഗിയാക്കി ഓർത്ത സ്തോത്രം. അതിലെ ശുശ്രൂഷകൾ ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ കർത്താവ് സഹായിച്ചു. തുടർന്ന് സ്ഥലത്തെ എല്ലാ ശുശ്രൂഷകൾ ഇവിടെ ആരംഭിക്കുകയാണ്. കഥാപ്രസിദ്ധനായ കഥാവിരപ്പെട്ട ദാസൻ അമേ കുഞ്ഞപ്പി അവറുകൾ ജാതിപിസറും മുന്നോർസറും കർണാടകത്തിന്റെ ഓർസമായിരിക്കുന്ന കുഞ്ഞു പാസക്കാനെ തോന്നുന്നു സ്തോത്രം ചെയ്യുന്നു. നല്ല ശുശ്രൂഷ നിർവഹിപ്പാണ്ട് കർണാടകദാസനെ പരമേൽപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മരണം ഏത് പ്രായത്തിലുമാകാം. ഒരു സെമിത്തേരി തോട്ടത്തിൽ നാം ചെന്നാൽ 2 അടി നീളമുള്ള കല്ലറയുണ്ട്, 5 അടി നീളമുള്ളതുണ്ട്, 4 അടി നീളമുള്ളതുണ്ട്, 6 അടി നീളമുള്ളതുണ്ട്. അവിടെ മൗനമായൊരു സത്യം നമ്മെ വിളിച്ചറിയിക്കുന്നത് ഏത് പ്രായത്തിലും പോവാം. നാം പോയ വാഹനം എന്ത് എന്നുള്ളതല്ല വിഷയം. തീപ്പൊള്ളലേറ്റ് മരിച്ചവരുടെ അടക്കം ഞാൻ നടത്തിയിട്ടുണ്ട്. ആക്സിഡന്റ് ഡെത്തിൽ മരിച്ചവരുടെ അനേക ബോഡികൾ പല സന്ദർഭങ്ങളിലായി അടക്കം. അതൊക്കെ കഠിന ദുഃഖം നിറഞ്ഞ സന്ദർഭമായിരുന്നു. കഴിഞ്ഞ ദിവസഭയിൽ അങ്ങനെ ഒരു മരണം, തീപ്പൊള്ളലേറ്റ് നടന്ന ഒരു സഹോദരിയുടെ അടക്കം എൻ്റെ ഒരു ബന്ധുഭവനം കൂടിയാണ്. എങ്ങനെ അവരെ ആശ്വസിപ്പിക്കും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ഇതുപോലെ മൈക്രോഫോൺ പിടിച്ചു നിന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തോട് പറഞ്ഞു, പോയ വാഹനം ഏത് എന്നുള്ളതല്ല, എത്തേണ്ടിടത്ത് എത്തിയോ. എനിക്കിവിടുന്ന് കോട്ടയത്തിന് അല്ലെങ്കിൽ ബാംഗ്ലൂരിന് പോകണം. ഞാനിവിടുന്ന് കാളവണ്ടിയിൽ പോയോ, സൈക്കിളിൽ പോയോ, AC ബസ്സിൽ പോയോ, ഫ്ലൈറ്റിന് പോയോ, ഹെലികോപ്റ്ററിൽ പോയോ എന്നുള്ളതല്ല വിഷയം. ഞാൻ ബാംഗ്ലൂരിലെത്തിയോ എന്നുള്ളതാണ് വിഷയം. എൻ്റെ പ്രിയ കത്രുമകൻ മനോജ് എത്തേണ്ടിടത്ത് എത്തി. പോയത് എങ്ങനെ എന്നുള്ളതല്ല, എത്തേണ്ടിടത്ത് എത്തി. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മളെല്ലാവരും ഈ വഴിയായി പോകേണ്ടവരാണ്. ആരും ഇതിൽ നിന്ന് ഒഴിവാകുന്നില്ല. സെമിത്തേരി തോട്ടങ്ങളിലും മരണ വീടുകളിലും ഞാൻ ഓർപ്പിക്കാറുള്ളതുപോലെ നമുക്കൊക്കെ ഈ ഒരു വഴി അല്ലാതെ കടന്നു പോകാൻ ഒരു വഴിയുണ്ട്. അത് ജീവനോടിരിക്കുന്ന ഈ സമയത്ത് യേശു കർത്താവ് വന്നാൽ, ഒന്നുകൂടെ ഞാൻ എടുത്തു പറയാം, ഈ ബോഡിയുടെ മേൽ ഒഴിപടി മണ്ണ് വാരി ഏഴംകുളം ദൈവസഭ അഭിഷിക്തന്മാരായി ഞങ്ങൾ നീ മണ്ണാകുന്ന മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള അർത്ഥമാക്കി ഇവിടെ ഡിക്ലറേറ്റ് ചെയ്യുന്നതിന് മുമ്പ്, ഈ ബോഡി ഇതിൻ്റെ മോടി അടയ്ക്കുന്നതിന് മുമ്പ്, കല്ലറിലേക്ക് ഈ ബോഡി ഇറക്കി വെക്കുന്നതിന് മുൻപ്, കല്ലറ വിട്ട് നാം പോകുന്നതിന് മുമ്പ് നമ്മുടെ ആത്മമണവാളൻ വന്നിരുന്നെങ്കിൽ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. മരിച്ചവ കോടി കോടി വിശുദ്ധന്മാർ പുനരുത്ഥാനം ചെയ്യും. അതിന്ന് സംഭവിക്കട്ടെ, നമുക്ക് കൊതിക്കാം. അതിന്ന് സംഭവിക്കട്ടെ. യേശു കർത്താവിന്റെ വരവും വിശുദ്ധന്മാരുടെ പുനരുത്ഥാനവും ജീവനോടിരിക്കുന്ന രൂപാന്തരവും ഇന്ന് സംഭവിക്കട്ടെ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ പാപഭംഗിതമായ ലോകത്തിൽ? സ്തോത്രം, നമ്മുടെ ജീവിതം നമുക്ക് മതി. നമുക്ക് കർത്താവിന്റെ വരവിനെ കൂടുതൽ ബന്ധപ്പെടുത്താൻ കർത്താവ് സഹായിക്കട്ടെ. സമയം വളരെ മുമ്പോട്ട് പോയതുകൊണ്ട് ഞാനൊരു മെസ്സേജായിട്ടൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പോസ്തലനായ പൗലോസിന്റെ പ്രസിദ്ധമായ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലെ 35 മുതൽ വേദഭാഗങ്ങൾ ദേവദാസന്മാർ മാറി മാറി ചുരുക്കമായിട്ട് ശബ്ദമുയർത്തി സ്ഫുടമായി തെറ്റില്ലാതെ വായിച്ചാട്ടെ. സ്തോത്രം. ശുശ്രൂഷയ്ക്ക് അവസരം അവിടെ ലഭിക്കാതെ പോയവര്, ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട പാസ്റ്റേഴ്സ്, നിർദ്ദേശിക്കുന്നവർക്കൊക്കെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറുമണി അത്രയും വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരം, ഓരോ വിത്തിന് അതിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലിന്റെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ.
സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും അവനും തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മിക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിനിയായി തീർന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ഉടക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്ര ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിലുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. എന്താ പൗലോസേ മർമ്മം? നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിവയ്ക്കുന്ന ഇടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഒരുക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. മരിച്ച വിശുദ്ധന്മാർക്ക് പുനരുത്ഥാനമുണ്ടെങ്കിൽ, ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരമുണ്ടെങ്കിൽ, മരണമേ ഞങ്ങൾ നിനക്ക് അടിമയല്ല. മരണത്തെ പൗലോസ് ചലഞ്ച് ചെയ്യുന്നു. ഞങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് രൂപാന്തരവും മരിച്ചവർക്ക് പുനരുത്ഥാനമുണ്ടെങ്കിൽ ചേർന്ന് പറഞ്ഞാട്ടെ, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഉച്ചത്തിൽ പറഞ്ഞാട്ടെ, ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ച് വരുന്നവരുമാകുകയും. എന്റെ പ്രിയ സഹോദരൻ മനോജ് 49 വയസ്സിനുള്ളിൽ തികയ്ക്കുവാൻ കഴിയാതെ പോയ തന്റെ ഡ്യൂട്ടി, തന്റെ ശുശ്രൂഷ, വേല കർത്താവിന്റെ ദാസിയും കുഞ്ഞുങ്ങളും തികയ്ക്കട്ടെ. ജീവനോടിരിക്കും നമുക്കത് ഏറ്റെടുക്കാം, അത് തികയ്ക്കുവാൻ. അതെ, സ്തോത്രം. അതുകൊണ്ട് കർത്താവിന്റെ മകൻ പോയി എന്ന കാരണത്താൽ പ്രിയ മകളെ, നീ കർത്തൃവേലയിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആരാധനയിലും 2 അടി പുറകോട്ടല്ല 10 അടി മുൻപോട്ട് വയ്ക്കൂ. എന്റെ പ്രിയ ഭർത്താവിന് തികയ്ക്കുവാൻ കഴിയാതെ പോയത് എന്റെ ആയുസ്സിൽ ഞാൻ തികയ്ക്കുമെന്നുള്ള പ്രതിഷ്ഠയോടെ പ്രത്യാശയോടെ മുന്നേറുവാൻ ഒരിക്കൽ കൂടെ പ്രബോധിപ്പിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. മറ്റൊരു വേദഭാഗം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11 മുതൽ വേദഭാഗങ്ങൾ. സിംഹാസനവും അതിൽ ഒരുത്തനിരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമി ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. ഈ പൊയ്യെ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ ദേശത്തോട് നമുക്ക് ഉച്ചത്തിൽ ദൂത് പറയാം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇത് രണ്ടാമത്തെ മരണം. നമ്മുടെ പ്രിയ മനോജ് 1-ാം പുനരുത്ഥാനത്തിൽ പങ്കു ലഭിച്ച വിശുദ്ധനും ഭാഗ്യവാനുമാണ്. അവന്റെ മേൽ 2-ാം മരണത്തിന് അവകാശമില്ല. എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ട്? സ്തോത്രം. 2-ാം മരണത്തിന് അവകാശമില്ല. വിശുദ്ധനും ഭാഗ്യവാനുമായ ഇദ്ദേഹത്തിന് 1-ാം പുനരുത്ഥാനത്തിൽ പങ്കു ലഭിച്ചവനാണ്. ഉയർപ്പ് സംബന്ധിച്ച് ഏറ്റവും വലിയ ഡിക്ലറേഷൻ പുതിയ നിയമഭാഗത്ത് നടത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ പ്രാണന്റെ ഉടയവനായ കർത്താവായ യേശുക്രിസ്തുവാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 24-25 വേദഭാഗം ഞങ്ങളുടെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കൂ, പുനരുത്ഥാനം സംബന്ധിച്ച് ഏറ്റവും വലിയ ഡിക്ലറേഷൻ അപ്പോസ്തലന്മാർക്ക് മുൻപേ നടത്തിയത്, പ്രവാചകന്മാർക്ക് മുൻപേ നടത്തിയത് കർത്താവായ യേശുക്രിസ്തുവാണ്. വായിച്ചാട്ടെ 5:24-25. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട്
എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു. പിതാവിന് തന്നെ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നെ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരെ നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനായാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരവും നൽകിയിരിക്കുന്നു. ഇതെങ്കിലും ആശ്ചര്യപ്പെടരുത്. ഞാൻ ഈ പറഞ്ഞെങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിലുള്ളവരെല്ലാവരും പറഞ്ഞാട്ടെ, കല്ലറകളിലുള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു. കർത്താവിനെ സ്തുതിച്ച് ആരാധനയോടെ നിന്നാട്ടെ. സ്തോത്രം. ക്ഷീണങ്ങളൊക്കെ മാറട്ടെ. ശക്തമായി എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് കർത്താവിന്റെ കൃപ ഈ സെമിത്തേരി തോട്ടത്തിലും കർത്താവിന്റെ തേജസ് വ്യാപരിക്കട്ടെ. അഭിഷേകത്തോടെ ആരാധിച്ച നമ്മുടെ പ്രിയ മകൻ, അഭിഷേകത്തോടെ പ്രവർത്തിച്ച ഈ പ്രിയ മകന്റെ അടക്ക ശുശ്രൂഷയും ഒരു അഭിഷേകത്തോടു കൂടെ ആയിരിക്കട്ടെ. കർത്താവ് സഹായിക്കട്ടെ. ദൃഷ്ടിപാസ് നിർദ്ദേശിക്കുന്ന ആരെങ്കിലും ചുരുക്കമായി പ്രാർത്ഥിച്ച. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വാത്സല്യ സഹോദരൻ മനോജിൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കുന്ന ഈ ശുശ്രൂഷയിൽ അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനായിട്ട് സ്തോത്രം. ഈ ശുശ്രൂഷ നിർവഹിക്കുന്ന അങ്ങയുടെ ഭൃത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഒരിക്കലൂടെ ഏൽപ്പിക്കുകയാണ്. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ സിസ്റ്ററെയും കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ചാർച്ചപ്പെട്ടവരെയും ദൈവസഭാംഗങ്ങളെയും തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച കോടാനുകോടി ശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന ഉയർപ്പിൻ പെൺപിലരിയിൽ തന്റെ മകനും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വലിയ പ്രത്യാശ കർത്താവ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതിനായിട്ട് സ്തോത്രം. ആ പ്രത്യാശയോടെ ഈ ഭൗതിക ശരീരം സംസ്കരിക്കുവാൻ തന്റെ മക്കളായ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ദാസി ജോളി, നീ ഭൂമിയിലേക്ക് ഭർത്താവുമായി വന്നവളല്ല, മക്കളുമായി വന്നവളല്ല. ഇവിടെ കർത്താവ് നിനക്ക് തന്നതാണ് എല്ലാം. ഇവിടെ കർത്താവ് തന്നതും നീ പ്രാർത്ഥിച്ചു വാങ്ങിയതും വിട്ടിട്ട് പോകേണ്ട ഒരു ജീവിതമാണ് നമ്മൾ ഉൾപ്പെടെ എല്ലാവരും. അതുകൊണ്ട് ഈ പ്രത്യേക സമയത്ത് ആത്മസംയമനം പാലിച്ച് പ്രത്യാശയുടെ മാതൃക കാണിച്ച് ഒരു സുവിശേഷകന്റെ ഭാര്യ എന്ന നിലയിൽ ആത്മാർത്ഥമായി പ്രത്യാശയോടെ സ്തുതി സ്തോത്ര യാഗങ്ങളോടെ സഹകരിച്ചാട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
മരിച്ചവരുടെ പുനരുത്ഥാനം സംബന്ധിച്ച് യേശുക്രിസ്തു നടത്തിയ ഡിക്ലറേഷന് ശേഷം ഏറ്റവും വലിയ ആധികാരികമായ ഡിക്ലറേഷൻ നടത്തിയത് അപ്പോസ്തലനായ പൗലോസാണ്. പുനരുത്ഥാനം സംബന്ധിച്ച് ഞാൻ ഭവനത്തിൽ ഓർപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ വചനങ്ങൾ രേഖ ചെയ്തതും പൗലോസാണ്. അങ്ങനെയെങ്കിൽ 1 തെസ്സലോനിക്കർ 4:13 വേദഭാഗം ഇവിടെ ഞങ്ങൾ ഡിക്ലർ ചെയ്യുന്നു. പുനരുത്ഥാനം സംബന്ധിച്ചുള്ള വേദഭാഗം ആരെങ്കിലും ശബ്ദമുയർത്തി വായിച്ചാട്ടെ? സ്തോത്രം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിദ്രകൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെ യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായെന്ന നിദ്ര കൊണ്ടവർക്ക് മുമ്പാകിയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. നമുക്ക് ഒന്നിച്ച് പാടി ആരാധിക്കാം. സ്വർഗത്തിൽ നിറങ്ങി വരികയും ഈ വചനങ്ങളെ കൊണ്ട് ഈ പ്രത്യാശ എല്ലാ ഹൃദയങ്ങളിലും നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. മനുഷ്യ, നീ മണ്ണാകുന്നുവെന്ന് ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് കർത്താവേ നീ അരുളി ചെയ്തല്ലോ. മനുഷ്യന്റെ ആയുഷ് പുല്ല് പോലെ ആകുന്നുവെന്നും വയലിലെ പൂ പോലെ അത് പൂക്കുന്നുവെന്നും കാറ്റത്തിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നുവെന്നും നെയ്ത്തുകാരന്റെ നെയ്ത്തുശാലയിലെ നെയ്ത്തോടം പോലെയാണ് മനുഷ്യന്റെ ആയുഷെന്നും അത് കേവലം 4 വിരൽ നീളമാണെന്നും നീ ഞങ്ങളെ പ്രബോധിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ, കഴിഞ്ഞ 49 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചത് ഞങ്ങളുടെ കർത്തദാസൻ പ്രിയ മകൻ മനോജ് തന്റെ ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈ പൂമുട്ടിനെ അങ്ങ് നുള്ളി അങ്ങയുടെ ഭൂമുഖത്ത് വയ്ക്കുവാൻ പ്രസാദം തോന്നി. ഞങ്ങൾ പിറുപിറുക്കുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല. നീയാണ് ഭൂമിയിലേക്ക് അയച്ചത്. ഏതു സമയത്തും നിനക്ക് വിളിക്കുവാൻ അധികാരമുണ്ട്. സ്തോത്രം. എന്നാൽ മാനുഷിക വശത്ത് ഞങ്ങളുടെ ദുഃഖത്തിന് നീ നൽകിയിരിക്കുന്ന ആശ്വാസത്തിനും പ്രത്യാശയ്ക്കുമായി സ്തോത്രം ചെയ്യുന്നു. മനുഷ്യ, നീ മണ്ണാകുന്ന ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് അരുളി ചെയ്ത കർത്താവേ, 1-ാം പുനരുത്ഥാനത്തിൽ പങ്ക് ലഭിക്കേണ്ടതിന് അങ്ങയുടെ വിധി പ്രകാരം ഈ വിത്ത്, ഈ ബോഡി അല്പസമയത്തേക്ക് കല്ലറയിലേക്ക് വിശ്രമിക്കുവാൻ പോകുന്നു. സ്തോത്രം. ഞങ്ങളതിന് യാത്ര കൊടുക്കുന്ന കർത്താവ്, യാത്രാമംഗളം നേരുന്ന കർത്താവേ, അല്പകാലത്ത് വിശ്രമം കഴിഞ്ഞ് 1-ാം പുനരുത്ഥാനത്തിൽ പങ്ക് ലഭിക്കേണ്ടതിന് തേജസ്സുള്ള ശരീരത്തോടുകൂടെ ഈ മനോജ് മഹത്വ ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരുന്ന തികഞ്ഞ പ്രത്യാശയോടും പ്രാർത്ഥനയോടും കൂടെ ഏഴംകുളം ദൈവസഭ മക്കൾ അഭിഷിക്തന്മാരായി ഞങ്ങൾ ഒന്നിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ബോഡി മണ്ണിനായിട്ട് ഏൽപ്പിക്കുന്നു. നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ആപ്തവാക്യം ഇവിടെ അന്വർത്ഥമാകുമ്പോൾ പ്രിയ മകനെ, നീ വന്നു, നീ പോകാം, നീ പോയി വിശ്രമിക്കാം, എഴുന്നേറ്റ് വരിക, നിനക്ക് പ്രതിഫലമുണ്ട്. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഡിസ്ട്രിക്ട് പാസ്റ്റർ പ്രാർത്ഥനയോടെ നമുക്ക് മൂടി അടയ്ക്കാം. വായിച്ചത് സ്തുതിക്കുന്നു. എന്റെ ദാസൻ തികഞ്ഞ പ്രത്യാശയോടെ ഈ ഭൂമിയിൽ ജീവിച്ചു. കർത്താവേ, എല്ലാ ദാനങ്ങൾക്കാണ് നീയോടെ സ്തോത്രം. നിന്റെ സമയമായപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ നിന്റെ ദാസനെ വിളിച്ചു ചേർത്തതോർത്ത് ഞങ്ങൾ നിന്നെ വായിച്ചുന്നു. പ്രത്യാശയുള്ള പുരുഷന്മാർ സ്തേഫാനോസിന്റെ ശരീരം അടക്കം ചെയ്തു എന്നുള്ള നിന്റെ വചനപ്രകാരം ഏഴംകുളം ദൈവസഭയുടെ സഭാംഗങ്ങളും വേണ്ടപ്പെട്ടവരും ബന്ധുമിത്രാദികളും കർത്തൃശുശ്രൂഷന്മാരുമായി കടന്നു വന്ന് ഈ മൃതശരീരം മണ്ണിന് മണ്ണായും പൊഴിക്ക് പൊഴിയായും ഏൽപ്പിക്കുവാൻ ഇടയാക്കിയതോർത്ത് ഞങ്ങൾ നിന്നെ വായിച്ചുന്നു. ഈ താഴ്ചയുള്ള ശരീരമാണ്, എന്നാൽ മഹത്വപൂർണമായ ഒരു ശരീരത്തോടെ, തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരത്തോടെ താൻ ഉയർത്തെഴുന്നേൽക്കുന്ന ആ നല്ല ദിനത്തിനായി ഞങ്ങൾ നിന്നെ വായിച്ചുന്നു. കർത്താവ് പെരുന്നാളത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന ക്രിസ്തുവിലായിരിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന ആ നല്ല ദിനത്തിനായി ഞങ്ങൾ നിന്നെ വായിച്ചുന്നു. നിന്റെ ദാസൻ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള തികഞ്ഞ പ്രത്യാശയോടെ ഞങ്ങൾ ഈ ശരീരം മണ്ണിന് വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയിൽ തന്നോളം
ദൈവീയ അനുഗ്രഹങ്ങളും ദൈവ സാന്നിധ്യവും പകർന്നോർത്ത് ഞങ്ങൾ ഇതിനെ വായിച്ചുന്നു. സംകുട്ടി പാസയും കുടുംബത്തെയും ബലപ്പെടുത്തി ശക്തീകരിച്ച് ധൈര്യപ്പെടുത്തുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ജോലിക്കായി കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവരെ ബലപ്പെടുത്തി ശക്തീകരിച്ച് അനുഗ്രഹിക്കണമേ. ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, ലോകം തരുന്ന സമാധാനമല്ല. നിങ്ങളുടെ ദിവ്യ സമാധാനത്താൽ നിന്റെ മക്കളെ നിറയ്ക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദുഃഖാർത്ഥരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ഞങ്ങൾ ഇതിനെ വായിച്ചുന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ മുറിവുകളെ കെട്ടുവാൻ നീ കഴിവുള്ള ദൈവമാകിയാൽ ഞങ്ങൾ ഇതിനെ വായിച്ചുന്നു. ഇത്രത്തോളം നിങ്ങളെ സഹായിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. തുടർന്ന് ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിച്ചാട്ട് നാമത്തെ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥനയാചനയും കേട്ടതാണ് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടി പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസഭയിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെ തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനം ഇരിക്കുന്നവൻ ഞാൻ സകലവും പുതാക്കുന്നുവെന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. ആമേൻ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്. കർത്താവേ, ഇവർ കടന്നു വന്ന് സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുപ്പാൻ എല്ലാവരെയും ഇടയാക്കിയ ഓർത്ത് ഞങ്ങളൊക്കെ വാഴ്ത്തുന്നു. ശുശ്രൂഷിച്ച അതിൻ്റെ ദാസന്മാർക്കായും സ്തോത്രം. ഭവനവാസികളായ ദൈവമക്കൾ വിശേഷാൽ കർത്താവിൻ്റെ ദാസി കുഞ്ഞുങ്ങൾ അവരുടെ ഹൃദയങ്ങളെ കർത്താവ് കൊടുത്തിരിക്കുന്ന ആശ്വാസമോർത്ത് ഞങ്ങളൊക്കെ വാഴ്ത്തുന്നു. തുടർന്ന് അവർ അതിദുഃഖത്തിലാകാതെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്ഥിരമായ ആശ്വാസം പരിശുദ്ധാത്മാവിനാൽ അവർ ഹൃദയങ്ങളിൽ ബോധ്യപ്പെടുവാൻ തുറന്ന സന്ദർഭങ്ങളിൽ കർത്താവ് സഹായിക്കണം. ശുശ്രൂഷ അങ്ങനെ മാനിച്ചതിനായി സ്തോത്രം. ബലത്തോടെ പോകാൻ എന്ന് പറഞ്ഞിട്ട് വായിക്കുന്ന പോലെ ആശ്വാസവും ബലവും പ്രാപിച്ച് മടങ്ങുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ശുശ്രൂഷിച്ച അഭിഷിക്തന്മാരെ പിന്നെയും ബലപ്പെടുത്തണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാഹചര്യപാസയോട് പ്രാർത്ഥിക്കുന്നു. ദാസത്തിന് വളരെ ഭാരവും നിലനിൽപ്പുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നെങ്കിലും കൊടുത്തിരിക്കുന്ന ബലത്തിനായി ഞങ്ങളൊക്കെ വാഴ്ത്തുന്നു. ഓരോരുത്തരായ കൃക്കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. എല്ലാത്തിനാലും ഞങ്ങളുടെ നാമം മാത്രം മഹിമപ്പെടുവാൻ ദൈവം സഹായിച്ചാട്ടെ. എത്രത്തോളം കൃപ ചെയ്തതുകൊണ്ട് ഞങ്ങളൊക്കെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാൻ അഭിഷിക്തന്മാരെ നിയോഗിച്ച ദൈവാത്മാവിന്റെ ഇടപെടലുകൾക്കായി ഞങ്ങളൊക്കെ വാഴ്ത്തുന്നു. അത് മുഖാന്തരം ചിലർ സമർപ്പിതരായി തീരുവാൻ, നിത്യരക്ഷയ്ക്ക് കാരണമായി തീരുവാൻ, ഹൃദയങ്ങളിൽ കർത്താവില് കർത്താവിൽ സമർപ്പിക്കപ്പെടുവാൻ ദൈവങ്ങളുടെ ആക്കിയിട്ടുള്ളതോർത്ത് ഞങ്ങൾ വിശ്വാസത്താലെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസം വർദ്ധിപ്പാൻ, പ്രത്യാശ വർദ്ധിപ്പാൻ, കർത്താവിന്റെ വരവിനെ ഒരുങ്ങി കാത്തിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഇല്ലത്തിനായി ഞങ്ങളൊക്കെ വാഴ്ത്തുന്നു. അഭിഷിക്തദാസന്മാർക്കായി സ്തോത്രം. കുടുംബത്തിനായി ഞങ്ങളൊക്കെ വാഴ്ത്തുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. സർവ്വദൈവമായ സമാധാനം എല്ലാ ഹൃദയങ്ങളിലും വാഴുമാറാകട്ടെ. ദാവീദിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരും വിശുദ്ധ സഭയുടെ പേരും എല്ലാ കുടുംബാംഗങ്ങളുടെ പേരും കർത്താവിന്റെ വരവോളം ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. കർത്താവായ യേശുവേ വരണമേ. ആമേൻ. ഞങ്ങളോട് നിങ്ങളെ കാണിച്ച സ്നേഹരാജനും പ്രത്യേകമായ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു.